ശബരിമലയിലെ രേഖകളിൽ എൻ വാസു സ്വർണം പൊതിഞ്ഞ പാളികൾ എന്നത് ഒഴിവാക്കി വെറും ചെമ്പാണെന്ന് എഴുതി ചേർത്തത് ദേവസ്വം ബോർഡിന്റെ അറിവോടെയാണെന്നാണ് റിമാൻഡ് റിപ്പോർട്ടിലുള്ളത്. ഇത് വാസു നൽകിയ മൊഴിയാണ്. വാസുവിനെ കുടുക്കിയത് മുൻ ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന വാസുവിന്റെ PA ആയിരുന്ന സുധീഷ് കുമാറിന്റെ മൊഴിയാണ്. ദേവസ്വം ബോർഡിന്റെ അറിവോടെയാണ് ഇത് ചെയ്തതെന്ന വാസുവിന്റെ മൊഴിയുടെ പിന്നാലെ പോകുന്ന പോലീസ് സംഘം ഇപ്പോൾ പ്രതിപട്ടികയിലുള്ള അന്നത്തെ ബോർഡ് പ്രസിഡന്റായിരുന്ന CPM നേതാവ് A. പത്മകുമാറിന്റെ മുന്നിലേക്കാകും എത്തുക. ചോദ്യം ചെയ്യൽ കടുപ്പിച്ചാൽ അന്നത്തെ പ്രസിഡന്റ് പറയാനുള്ളത് തനിക്ക് മുകളിൽ ഒരു പേരെ കാണുള്ളൂ, അന്നത്തെ ഇടത് ദേവസ്വം മന്ത്രി. ദേവസ്വം കമ്മീഷൻ സ്ഥാനത്ത് നിന്നും വിരമിക്കാനിരിക്കെ മുകളിൽ നിന്നും നിർദ്ദേശം ലഭിച്ചതനുസരിച്ചാണ് ചെമ്പ് പാളി എന്ന് എഴുതി ചേർത്തതെന്ന് എൻ വാസു SIT മുമ്പാകെ നിർണായകമായ മൊഴിയും നൽകിയിട്ടുണ്ട്. SIT കോടതിയിൽ നൽകിയ റിമാൻഡ് റിപ്പോർട്ടിൽ ഗുരുതരമായ പരാമർശങ്ങളാണ് വാസുവിനെതിരെയുള്ളത്. രേഖകളിൽ സ്വർണം പതിഞ്ഞ പാളികൾ എന്നത് ഒഴിവാക്കി ചെമ്പ് പാളികൾ എന്ന് രേഖപ്പെടുത്തി നവീകരണത്തിന് ശുപാർശ ചെയ്തു. ഉണ്ണികൃഷ്ണൻ പോയിട്ട് കൈവശം ഈ പാളികൾ കൊടുത്തുവിടാൻ ഇടപെടൽ നടത്തി. മറ്റ് പ്രതികളുമായി ചേർന്ന് ഗൂഢാലോചന നടത്തി. ബോർഡിന് നഷ്ടവും പ്രതികൾക്ക് ഇതുവഴി അന്യായമായ ലാഭവും ഉണ്ടാക്കി കൊടുത്തു എന്നാണ് ദേവസ്വം ബോർഡിന്റെ പങ്കുകൂടി വ്യക്തമാക്കുന്ന SITയുടെ കോടതിയിൽ റിമാൻഡ് റിപ്പോർട്ട് പറയുന്നത്. ഇതോടെ സ്വർണ്ണക്കൊള്ളയിൽ മുൻ ദേവസ്വം കമ്മീഷണർ N. വാസുവിന്റെ അറസ്റ്റിന് പിന്നാലെ ഉന്നതങ്ങളിലേക്ക് പോലീസ് നീങ്ങുന്നുവെന്ന് വളരെ വ്യക്തമായിട്ടുണ്ട്. അന്വേഷണം വ്യാപിപ്പിച്ചാൽ 2019 A. പത്മകുമാർ, ദേവസ്വം ബോർഡ് അധ്യക്ഷനായ കാലയളവിലെ സെക്രട്ടറിമാർ, ഉദ്യോഗസ്ഥന്മാർ, ജീവനക്കാർ എന്നിവരുടെ മൊഴിയെടുക്കാൻ പോലീസ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഇതിനുശേഷം പത്മകുമാർ അടക്കമുള്ള ബോർഡ് അംഗങ്ങളുടെ ചോദ്യം ചെയ്യലിലേക്ക് കാര്യങ്ങൾ നീങ്ങും. ഇതിനു മുമ്പായി ചില ഇടനിലക്കാരെയും പ്രതിപട്ടികയിലുള്ള മറ്റു ഉദ്യോഗസ്ഥരുടെയും അറസ്റ്റിനും സാധ്യതയുണ്ടെന്നാണ് പ്രത്യേക അന്വേഷണ സംഘം നൽകുന്ന സൂചന. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച